ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മൾ കീം എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും എക്സാമിൻ്റെ സെൻറ്റർ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡീറ്റെയിൽസൊക്കെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കാം. സോ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ്, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പോകുന്നത്. സോ നാളെ മുതലാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ച് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഞ്ചിനീയറിംഗ് എക്സാമിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എന്ത് ചെയ്യാൻ നോക്കാം. നമുക്ക് കീം എഞ്ചിനീയറിംഗ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം, കണ്ടക്ടിങ് ബോഡി എന്ന് പറയുന്നത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ CEE കേരളയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. CE.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കീമിനെ കുറിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഓൾറെഡി നമുക്കറിയാം. April 8 തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് നമുക്ക് ഒഫീഷ്യൽ പോർട്ടലിൽ തന്നെ സ്റ്റുഡൻറ്റ് ലോഗിൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ ഏത് സെൻറ്ററിലാണ് പോയി എഴുതേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത് April 17 മുതൽ 22 വരെയാണ്. അതായത് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ടൈമിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്, 2 to 5 ആണ് എൻട്രൻസ് എക്സാമിൻ്റെ ടൈം വരുന്നത്. 2 മണി മുതൽ 5 മണി വരെ, അതായത് 3 hours ആണ് എക്സാം ടൈം വരുന്നത്. അതിൽ തന്നെ നമ്മളെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 12 PM ആണ്, അതായത് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. സോ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എത്തണം. അതായത് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് 2:30 ശേഷം, അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ 2 മണിക്ക് എക്സാം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മളൊരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ നാളെയാണ് നമ്മൾ എക്സാം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് May 10 10 അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഡേറ്റിന് മുമ്പേ ആയിട്ട് നമുക്ക് എക്സാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ആൻസർ കീ വിത്തിൻ 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവൈലബിൾ ആവും അല്ലേ. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഡേറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ നമ്മൾ എക്സാം പാറ്റേൺ ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. നമുക്കറിയാം, ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. 180 മിനിറ്റ്സ് ആണ്, 3 hours ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇംഗ്ലീഷിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ടാവും. അതിലൊന്നായിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ മാർക്സ് വരുന്നത് എത്രയാണ്, നമുക്ക് 600 മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാം വിത്ത് 5 ഓപ്ഷൻസ് പെർ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും 5 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, നമുക്കറിയാം. ഇനി നമ്മൾ ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 75 ക്വസ്റ്റ്യൻസ് അത് മാത്സിൽ നിന്നായിരിക്കും. ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ ഉണ്ടാവും. കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ശരിയുത്തരത്തിനും നമുക്ക് 4 മാർക്കും, നമ്മൾ ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് മൈനസ് എത്രയാണോ നമ്മൾ തെറ്റിച്ചിട്ടുള്ളത് അത്രയും മാർക്ക് കുറയുന്നതാണ്. നമ്മൾ ആൻസർ അല്ലെങ്കിൽ അൺആൻസേർഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്കിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു മാർക്ക് കൂടുതലോ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് അവിടെ 0 മാർക്കായിരിക്കും. നമുക്കൊരു എഫക്റ്റോ അവിടെ ഉണ്ടാക്കുന്നില്ല നമ്മൾ അൺആൻസേർഡ് ആയിട്ട് വെച്ചിട്ടാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാം ഡേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ക്ലിയർ പ്രിന്റ് ഔട്ട്, നമ്മൾ ഈ ഒരു ഹാൾ ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ക്ലിയർ പ്രിന്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. അതേപോലെ തന്നെ നമ്മൾ ഒറിജിനൽ വാലിഡ് ഫോട്ടോ ID, നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആധാർ കാർഡ് ആയിരിക്കും. അപ്പോൾ ആധാർ കാർഡ് എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുപോകുക. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിറ്റ് കാർഡിൻ്റെ പേജിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി ഓഫ് ID, നിങ്ങളുടെ ID യുടെ ഫോട്ടോ കോപ്പി, അതിൻ്റെ ഒരു
ഒരു ഫോട്ടോ കോപ്പി കൂടി എന്ത് ചെയ്യണം നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കൂടി ഒന്ന് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളൊരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഇമേജ് എന്ത് ചെയ്യണം നിങ്ങൾ കൊണ്ടുപോകണം. കാരണം നമ്മൾ അറ്റൻഡൻസ് ഷീറ്റിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൊണ്ടുപോകണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ് കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രസ് കോഡ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങളൊരു പെർട്ടിക്കുലർ ഡ്രസ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യേണ്ടതുണ്ട്. ക്ലോത്തിങ് വിത്ത് ലാർജ് ബട്ടൺസ്, അതായത് വലിയ ബട്ടൺസ് ആയിട്ടുള്ള മെറ്റാലിക് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ എന്ത് ചെയ്യുക മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ തിക് സോൾ ഷൂസസ്, അതായത് കട്ടിയുള്ള ഷൂസുകൾ, അതുപോലെ തന്നെ ബെൽറ്റ്സ് വിത്ത് ലാർജ് ബക്കിൾസ് ലാർജ് ബക്കിൾസ് ഉള്ള ബെൽറ്റുകൾ, അതുപോലെ തന്നെ ഓൾ ടൈപ്സ് ഓഫ് ജ്വല്ലറീസ് ഒക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ജ്വല്ലറീസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം മാറ്റി വെക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കാം. ഇനി എഞ്ചിനീയറിംഗിൻ്റെ എക്സാം നടക്കുന്നത് എല്ലാ ദിവസവും 17 മുതലാണ് സ്റ്റാർട്ടിങ്, 22 വരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. അതിൽ നമുക്ക് എല്ലാ ദിവസവും എക്സാം വരുന്നത് 2 to 5 ആണ് നമ്മൾ എക്സാം വരുന്നത്. അപ്പോൾ നമ്മളുടെ റിപ്പോർട്ടിംഗ് ടൈം അല്ലെങ്കിൽ സെൻട്രലിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 12 PM ആണ്. അതേപോലെ തന്നെ എക്സാമിൻ്റെ സ്ട്രിക്ട് റൂൾ കൂടിയുണ്ട്. നോ എൻട്രീസ് അലൗഡ് 30 minutes ആഫ്റ്റർ ദ എക്സാമിനേഷൻ സ്റ്റാർട്ട്. എക്സാമിനേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ 30 മിനിറ്റിന് ശേഷം നിങ്ങൾ കയറി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല. ഇനി അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, കാൽക്കുലേറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രിന്റഡ് മെറ്റീരിയൽസ്, ഹാൻഡ് ബാഗ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള കുറച്ച് കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് നിങ്ങൾ എഴുതുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ഓൺലി എൻറ്റർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിന്റ് അല്ലെങ്കിൽ ബോൾ പോയിന്റ് പെന്നും, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ക്ലിയർ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ മാത്രമാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻസിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ നോർമലി നിങ്ങൾ പെന്ന് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പെന്നായിരിക്കും അവിടെ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പെന്ന് അവിടെ അലൗഡ് ആണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പെന്ന് അലൗഡ് ആണ്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ, നിങ്ങൾ ഡ്രിങ്കിങ്, കാരണം നമുക്ക് സമ്മറാണ്, അപ്പോൾ നിങ്ങൾക്ക് ഡ്രിങ്കിങ്ങും കാര്യങ്ങളൊക്കെ തേഴ്സ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലുള്ള വാട്ടർ നിങ്ങൾക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ കരുതണം. കാരണം സമ്മറാണ്, സോ നിങ്ങൾ എക്സാം എഴുതാനാണ് പോകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം, നിങ്ങൾ കരുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബോൾ പോയിന്റ് പെന്നും നിങ്ങൾ കൊണ്ടുപോകാം. സർട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സർട്ടൺ ആയിട്ടുള്ള എക്സാം സെൻറ്റേഴ്സ് അവർ തന്നെ നിങ്ങൾക്ക് പെന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കരുതുന്നത്, 1-2 കരുതുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല അടിപൊളിയായിട്ട് കീം എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ട് എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ബാക്കി വീഡിയോസിൽ കാണാവുന്നതാണ്. സോ താങ്ക് യു.